ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറിലേക്ക് കടക്കാൻ പോകുന്നവരാണ് നിങ്ങൾ, കടന്നു കഴിഞ്ഞവരാണ് നിങ്ങൾ. അപ്പോൾ ഇതിന് ചെന്ന് നിൽക്കേണ്ടത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സ്റ്റോറിയിലേക്കായിരിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സക്സസ്സിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി മിനയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റോറിയിലേക്കാണ് നിങ്ങളുടെ ലൈഫ് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ലൈഫ് സക്സസ്സിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസി തന്നെയാണ്. നമ്മുടെ വർക്കിലെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ എപ്പോഴും സക്സസ്സിലേക്ക് നയിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചില ബോയ്സിനൊക്കെ ചിലപ്പോൾ തോന്നുന്നു ജിമ്മിലൊക്കെ പോയി റെഡി ആകാം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോയി പിറ്റേ ദിവസം തന്നെ നമ്മൾ, അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഒന്ന് നമ്മുടെ ബോഡി നമ്മൾ കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കും. ഒരു ചേഞ്ച് അതിനകത്ത് വന്നിട്ടുണ്ടാകില്ല. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നോക്കും, ഒരു ചേഞ്ചും ചിലപ്പോൾ അതിനകത്ത് കാണാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഡീമോട്ടിവേഷൻ ഉണ്ടാകും. അയ്യോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും നമുക്ക്. അങ്ങനെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം ചില ആൾക്കാർ അത് കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, മാസങ്ങളോളം, വർഷങ്ങളോളം. ആ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ അവരെ കാണുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എപ്പോഴും സക്സസ് നമ്മുടെ പുറകെ എത്തുന്നത്. 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ടോ ഒരിക്കലും നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മളുടെ ആ സക്സസ് മോൾഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അത്രയും ദിവസവും നമ്മൾ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്താൽ മാത്രമേ ആ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. രണ്ടാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. എല്ലാവർക്കും കിട്ടുന്നത് 24 hours തന്നെയാണ്. ആ 24 hours എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ അവസാനത്തെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലെ 1ാം റാങ്ക് വാങ്ങുന്ന കുട്ടിയും ഏറ്റവും ലാസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടിയും ഒരേ ദിവസവും ഒരേ സമയവുമാണ് അവർക്ക് 2 പേർക്കും അവൈലബിൾ ആയിരുന്നത്. ഒരാൾ ആ ദിവസത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു, കൃത്യമായി പഠന സമയം ക്രമീകരിച്ചു, കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളും തീർത്തു. അതുകൊണ്ട് ആ കുട്ടി സക്സസ്സിലേക്ക് എത്തി. അങ്ങനെയുള്ളൊരു പ്ലാനിങ് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്റ്റഡി ടൈമിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ മാത്രമേ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കൂ. മൂന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ ആണ്. എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ വേണം. ഈവൻ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ്, ഏത് സമയത്താണ് രാവിലെ എണീക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ലൈഫാണെങ്കിൽ ഉറപ്പാണ് സക്സസ് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സക്സസ്സിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യിപ്പിക്കാനും കൃത്യമായി ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒപ്പം നിങ്ങളോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യാനും കുറേ ടീച്ചേഴ്സ് തയ്യാറായി നിൽപ്പുണ്ട്. അതെ, സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ. ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ കൃത്യമായി പഠിക്കേണ്ടത്, അതുപോലെ ഏത് രീതിയിലാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അവസാനത്തെ ബോർഡ് എക്സാമിന് വേണ്ടി 100% മാർക്ക് വാങ്ങുന്ന രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് ഒക്കെ പറഞ്ഞു തരാൻ കേരളത്തിലെ നമ്പർ 1 ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അഗ്നി ബാച്ച്. അപ്പോൾ എത്രയും വേഗം ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക.